ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ ഒരു തിളക്കമാർന്ന വിജയമുണ്ടായി. ഒപ്പം ഒരു കോർപ്പറേഷൻ മാത്രമേ പിടിച്ചുള്ളൂ എങ്കിൽ പോലും അത് ഇന്ത്യ ഒട്ടാകെ തന്നെ വലിയ സന്തോഷത്തിലേക്ക് എത്തിക്കുന്ന BJP, അത് തിരുവനന്തപുരത്ത് മാത്രമല്ല ആ BJPയുടെ ആഹ്ലാദ പ്രകടനം നിൽക്കുന്നത്. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡുകൾ പോലും കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾക്ക് അറിയാം എന്നുള്ള സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CPM നടത്തിയ ആഘോഷം അവരെന്തായിരുന്നു? നിലം തൊടാതെ കൊണ്ടു നടക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇത്രത്തോളം ലോകത്ത് അഴിമതിയും അഹങ്കാരവും ഉണ്ടായിട്ടുള്ള ഒരു മേയർ വേറെ ഇല്ല എന്നുള്ളതാണ്. അത് തന്നെ പാർട്ടിക്കും തിരുവനന്തപുരത്തിനും വലിയ ദോഷം ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ നോക്കുക, തിരുവനന്തപുരം ആ ഒരു വലിയ നിലയിലേക്ക് ഉയരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷം, BJP നേടിയതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിൽ പോലും പറയുകയുണ്ടായി, ഇതാ അങ്ങ് കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മളെക്കാളൊക്കെ വലിയ ആഹ്ലാദ തിമിർപ്പിൽ നിന്നത് നരേന്ദ്രമോദിയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ആസാമിലേക്ക് വന്നു. അവിടെയും പറയുന്നു, അങ്ങ് കൊച്ചു കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP നേടിയിരിക്കുന്നു എന്ന്. ബംഗാളിൽ പറഞ്ഞതിൻ്റെ കാരണമുണ്ട്. ഈ ബംഗാളും കേരളവും ഒക്കെ തമ്മിൽ ഒരുപാട് സാദൃശ്യമുണ്ട്. ഭൂപ്രകൃതിയുടെ കാര്യത്തിലായാലും നമ്മുടെ വസ്ത്രധാരണ രീതിയിലായാലും സാഹിത്യത്തിൻ്റെ ഒരു സംസ്കാര രീതിയിലായാലും ഒക്കെ തന്നെ. പശ്ചിമ ബംഗാളിൽ സിനിമയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സിനിമയുടെ വലിയ ഒരു കേന്ദ്രവുമാണ്. കേരളവും അതുപോലെ തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാദൃശ്യമുണ്ട്. നമ്മളൊക്കെ ബംഗാൾ എന്ന് പറയുമ്പോൾ സത്യജിത്രയുടെ നാട് എന്ന് പറഞ്ഞാണ് അഭിമാനത്തോടു കൂടി നിൽക്കുന്നത്. അവിടെ CPM വലിയ തേരോട്ടമായിരുന്നല്ലോ നടത്തിക്കൊണ്ടിരുന്നത്. അതല്ല, ആ സംസ്ഥാനത്തിന് വലിയ കെടുതിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾ അതിനെ വലിച്ചെറിയുകയാണ് ചെയ്തത്. പിന്നീട് ആ അവസരത്തിൽ ഉയർന്നു വന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്, മമതാ ബാനർജി. ആ മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും ബംഗാളിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്നത്. 2026 കേരള നിയമസഭയോടൊപ്പം തന്നെയാണ് ബംഗാളിലും തെരഞ്ഞെടുപ്പ്. അപ്പോൾ ബംഗാളിലെ ഭരണം പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കും. ആ മുന്നേറ്റത്തിന്റെ സൂചനയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഭാരതമെമ്പാടും ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷന് വിജയമുണ്ടാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച 2 പേർ എന്ന് പറയുന്നത്, ഒന്ന് നരേന്ദ്രമോദി, മറ്റൊന്ന് അമിത്ഷായുമാണ്. കേരളത്തിൽ എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിന് ഒരു ഉന്മേഷം പകരുന്നത്, ഊർജം പകരുന്നത് ഈ 2 വ്യക്തികളിലൂടെയാണ്. മറ്റുള്ളവരാരും മോശക്കാരെന്നല്ല, ഇവർ കേന്ദ്ര ബിന്ദുവായി നിന്നുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റി എല്ലാവർക്കും നൽകുന്ന ഊർജമെന്ന് പറയുന്നത് അതിപ്രധാനമായിട്ടുള്ളതാണ്. ആ ഊർജത്തിന്റെ പ്രതിഫലനമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതാ പല സംസ്ഥാനങ്ങളിലും പോയി ഈ തിരുവനന്തപുരത്തെ വിജയത്തെക്കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിച്ചു നരേന്ദ്രമോദി. അതിനുശേഷം ഇതാ ഇപ്പോൾ ഈ മാസം 9-ാം തീയതി തിരുവനന്തപുരത്തിന്റെ മേയർ VV രാജേഷും അതുപോലെ BJPയുടെ കൗൺസിലർമാരും കൂടി ചേർന്നുകൊണ്ട് ഡൽഹിയിലേക്ക് ഒരു യാത്ര നടത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ ഡൽഹിയിലെ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് 9-ാം തീയതി തിരിക്കുകയാണ്. കേരള എക്സ്പ്രസിൽ യാത്ര
തുടങ്ങും തിരുവനന്തപുരത്ത് നിന്ന്. കേരളത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളിലൊക്കെ തന്നെ അവിടുത്തെ BJP ഘടകം ഇവർക്ക് വലിയ സ്വീകരണം ഒരുക്കുകയും ചെയ്യും. ഇത് BJPയുടെ കേരള ഘടകത്തിന്റെ ഒരു തീരുമാനമല്ല, തിരുവനന്തപുരം കോർപ്പറേഷന്റെയുമല്ല, പ്രധാനമന്ത്രി തീർച്ചപ്പെടുത്തിയ കാര്യമാണ്. ഓർക്കുക, ബംഗാളിലും ആസാമിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ ഈ തിരുവനന്തപുരത്തിന്റെ വിജയത്തെക്കുറിച്ച് പ്രകീർത്തിച്ചു. 28ാമത്തെ ദിവസം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തി കോർപ്പറേഷൻ മേയറെയും കൗൺസിലർമാരെയും നമ്മളെയും എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു, വാക്കുപാലിച്ചു. തിരുവനന്തപുരത്തിന് ഒരു വലിയ രൂപരേഖ തന്നെ തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിന്റെ പ്രഖ്യാപനവും ഉണ്ടാകും. നിരവധി ട്രെയിനുകളും ഇവിടെ നിന്ന് തുടക്കം കുറിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതെല്ലാം ഈ കോർപ്പറേഷന്റെ ഈ വിജയത്തെ തുടർന്നുള്ള ആഘോഷവുമല്ല. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഊർജം പകരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഊർജം പ്രദാനം ചെയ്യുകയും അത് താഴെത്തട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് മേയർ VV രാജേഷിനെയും BJP കൗൺസിലർമാരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ട്രെയിൻ കൂടുതൽ സമയം സ്റ്റോപ്പുള്ള സ്റ്റേഷനുകളിൽ, ഉദാഹരണത്തിന് കൊല്ലത്ത് കൂടുതൽ സമയമുണ്ട്, അതുപോലെ തന്നെ പാലക്കാട്, അതുപോലെ ഷൊർണൂര്, ഇങ്ങനെയുള്ള ഇടങ്ങളിൽ, തൃശ്ശൂര്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്വീകരണം ഒരുക്കി കൊടുക്കും. അവിടുത്തെ യൂണിറ്റുകൾ അത്തരത്തിൽ 11 മുതൽ 13 വരെ കൗൺസിലർമാരുടെ സംഘം ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യും. 13-ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വിരുന്ന് നടക്കും. ഇത് മുമ്പ് എവിടെ ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാക്കിയ മിന്നുന്ന വിജയത്തെ പ്രധാനമന്ത്രി ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സാക്ഷി നിർത്തി അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയുമാണ്. ആ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ പാർട്ടി പ്രവർത്തകനെയും അദ്ദേഹം മാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിജയം ഇവിടം കൊണ്ട് തീരുന്നില്ല. തിരുവനന്തപുരത്തിന് വലിയ വികസനം ഉണ്ടാകാൻ പോകുന്നു. ഇനിയും നമ്മൾ ഇതുവരെ കണ്ട തിരുവനന്തപുരം അല്ല ഇനി കാണാൻ പോകുന്നത്. വിഴിഞ്ഞം പദ്ധതിയിലൂടെയും അതുപോലെ ടൂറിസം സാധ്യതകളിലൂടെയും ഒക്കെ തിരുവനന്തപുരം നഗരം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളോടൊപ്പം കിടപിടിച്ച് നിൽക്കുന്ന ഒന്നായി മാറും. പ്രത്യേകിച്ച് ഒരു രാജകീയ പ്രൗഢി നിലനിൽക്കുന്ന ഇടമാണ്. ആ രാജകീയ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന് മറ്റൊരു മാനം നൽകാനായിട്ട് പ്രധാനമന്ത്രിയുടെ സഹായവും കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ BJP കൗൺസിലർമാരെയും നയിച്ചുകൊണ്ട് മേയർ നടത്താൻ പോകുന്ന യാത്രയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.